ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഉണ്ണിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് പച്ചക്കറികളും അതേപോലെ തന്നെ മീൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ വെച്ചൊരു ഊണ് തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നപ്പോൾ മീൻ കിട്ടിയിട്ടുള്ളത് ബെത്തലായിരുന്നു. നമ്മൾ ഈ മീനിനെ ബെത്തൽ എന്നാട്ടോ പറയാം, അതേപോലെ നെത്തോലിന്നും കൊഴുവാളെന്നും പറയും. ബെത്തലിന് നമ്മളെ മലപ്രകാരം പറയുന്നത്, എന്നാലും കൊഴുവാളെന്നും നെത്തോലിന്നും ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം കേട്ട് തുടങ്ങി. അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഇവിടെ മീൻ മുറിക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു മീനായതുകൊണ്ട് ഭയങ്കര പാടാണ് വൃത്തിയാക്കി എടുക്കുക. കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മീനൊക്കെ വൃത്തിയാക്കി നന്നാക്കി എടുത്ത് എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കുക. പ്രത്യേകിച്ച് സ്പെഷ്യൽ കൂട്ടത്തില്ല, സാധാരണത്തെ പോലെ തന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി വിനാഗിരി കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ മീനിൽ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് റെസ്റ്റിന് വെച്ച് പിന്നെ നമുക്ക് തട്ടിക്കൂട്ട് സാമ്പാറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ വേണം. അതിന് വേണ്ടി രാവിലെ തന്നെ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട്, ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സാമ്പാർ പരിപ്പല്ല, ഉഴുന്ന പരിപ്പാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ ഒന്ന് അടച്ച് വെച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ സാധാരണ ഇങ്ങനെയൊന്നുമല്ല സാമ്പാർ ഉണ്ടാക്കുക. നമ്മുടെ മലപ്പുറം സ്റ്റൈലിൽ സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകം അതൊക്കെ നന്നായിട്ട് വറുത്ത് അരച്ച് ചേർത്തിട്ടൊക്കെയാണ് സാമ്പാർ ഉണ്ടാക്കുക. പക്ഷേ ഇവർക്കാരും അങ്ങനെ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ അങ്ങനെ വറുത്തരച്ച് സാമ്പാറൊന്നും ഉണ്ടാക്കാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഈ പച്ചക്കറി കിറ്റ് നമ്മളങ്ങനെ പച്ചക്കറികളൊന്നും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാറില്ല. ഇങ്ങനെ കിറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. എന്ന് വെച്ച് എല്ലാ സാധനങ്ങളും ഇതിലുണ്ടാവണമെന്നില്ല. ഒരു ചെറിയ സാമ്പാർ ഉണ്ടാക്കാനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. ഈ കിറ്റിൽ ഇപ്പം വെള്ളരി, തക്കാളി, പച്ചമുളക്, വെണ്ട, ബീൻസ്, പയറ്, വഴുതന, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, കരിവേപ്പില, ക്യാബേജ്, മത്തൻ, പടവലങ്ങ, അങ്ങനെ വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ. കുഞ്ഞ് ഫാമിലി ആയതുകൊണ്ട് കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ അധികം പച്ചക്കറികളൊന്നും എടുക്കുന്നില്ല. എല്ലാത്തിനും കുറച്ചായിട്ട് എടുത്ത് ചെറിയ തട്ടിക്കൂട്ട് സാമ്പാർ ഇവിടെ റെഡിയാക്കാം. ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ടേബിൾ മേലെ ഇങ്ങനെ വിരിച്ചെടുക്കും. എല്ലാം സെപ്പറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുള്ളൂ. അത് തരം തിരിച്ചു വെക്കും. അങ്ങനെ ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികൾ ഞാൻ മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അത്യാവശ്യം തക്കാളി ചേർക്കുന്നുണ്ട്. ഈ പച്ചക്കറികളുടെ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോറ് ഒരു ഹാഫ് കുക്ക് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നേരത്തെ വേവിക്കാൻ വെച്ച സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത പരിപ്പായതുകൊണ്ട് ഞാൻ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ചും കൂടി ഉപ്പ്, നേരത്തെ പിന്നെ മഞ്ഞപ്പൊടി ചേർത്തുകൊണ്ട് മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല. കുറച്ച് മല്ലിപ്പൊടി, സാമ്പാർ പൊടി എന്താ പറയുക സാമ്പാർ പൊടി ഇട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കായൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നേരത്തെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ വെള്ളം വാർത്ത് സെറ്റാക്കി പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നേരത്തെ വെച്ച് സാമ്പാർ കഷ്ണങ്ങളും റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വിസിലൊക്കെ കളഞ്ഞ് അടപ്പൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി പാകത്തിനാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വറവിട്ടെടുക്കാം. അതിന് അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് താളിച്ചൊഴിച്ച് ഇനി അടുത്ത പരിപാടി നമ്മൾ നേരത്തെ റെസ്റ്റിന് പോയ മീൻ ഫ്രൈ ചെയ്ത് സെയിം പാനിന് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തു. മീൻ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുത്ത് അവസാനം സാമ്പാറിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് സാമ്പാർ സെറ്റായി. അങ്ങനെ സാമ്പാർ സെറ്റായി, മീൻ ഫ്രൈ സെറ്റായി. അപ്പോൾ ഇത്ര ഉള്ളത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.